നിങ്ങൾക്കറിയോ, രാത്രികാലങ്ങളിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ കണ്ണുനീർ വാർത്ത എൻ്റെ കണ്ണുനീർ തുള്ളികളെങ്ങാനും ചെടികൾ കുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ ചീരകളും പച്ചയിലകളും മുളക്കുമായിരുന്നു എൻ്റെ കണ്ണുനീര് കൊണ്ട്. അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം ആലിം പറഞ്ഞു, അള്ളാഹുവിനോട് നീ ചെയ്ത തെറ്റുകളോർത്ത് നീ ചിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ചെയ്ത നന്മകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതിനേക്കാളും നിനക്ക് ഖൈറ് എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ വലുതാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചു, നമ്മൾ എന്തൊക്കെയോ നന്മകൾ ചെയ്തു വെച്ചവരാണ് എന്ന് തോന്നുന്നതിനേക്കാളും അള്ളാഹുവിനിഷ്ടം ഒരു മനുഷ്യൻ്റെ കൽബിൽ, ഹൃദയത്തിൽ തോന്നുന്ന ഇൻകിസാർ, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണല്ലോ പടച്ചവനെ എന്ന് റബ്ബിനോട് തോന്നുന്നത്. അത് സെൽഫ് എസ്റ്റീം ഇല്ലായ്മയല്ലാതെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയുമല്ലാതെ പടച്ചവൻ്റെ മുമ്പിലുള്ള സബ്മിഷനാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ലോയൽറ്റിയാണത്. പടച്ചവനോട് തോന്നേണ്ട നമ്മുടെ കമ്മിറ്റ്മെൻ്റാണത്. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നമ്മുടെ സറണ്ടറാണത്. മഹാനായ മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി റഹിമഹുല്ല പറയുമായിരുന്നു, ലൗ കാന ലിദ്ദുനൂബി റീഹുൻ, തെറ്റുകൾ മനുഷ്യൻ ചെയ്യുമ്പോൾ ആ തെറ്റുകൾക്കെങ്ങാനും ഒരു ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, മാ ഖദറ അഹദുൻ അൻ യജ്ലിസ ഇലയ്യ മിൻ അഹ്ലിൽ അർള്, ഈ ഭൂമിയിൽ ഒരാളും എൻ്റെ കൂടെ വന്നിരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി റഹിമഹുല്ല ദുആക്കുത്തരമുള്ള മഹാനായിരുന്നു. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ ബാഹിലി തങ്ങൾ താബിഈയാണ്. മഹാനവറുകൾ ധർമ്മസമരം നടത്തുമ്പോൾ, ജിഹാദിന് വേണ്ടി മഹാനവറുകളുടെ സൈന്യങ്ങൾ പുറപ്പെടുമ്പോൾ, ആ സൈന്യ പാതിരാവുകളിൽ വിശ്രമിക്കുമ്പോൾ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി തങ്ങൾ എവിടെയെങ്കിലും ദുആയിരക്കുന്നുണ്ടോ ഇരുന്നു കൊണ്ട് എന്നിങ്ങനെ അദ്ദേഹം നോക്കുന്ന, അങ്ങനെ എങ്ങാനും മുഹമ്മദ് ഇബ്നു വാസി എന്നവർ ദുആ ചെയ്യുന്ന വിരലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്ന കൈകൾ കാണുകയാണെങ്കിൽ, വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസി ഇല സമാ അർജാ ഇൻദി മിൻ അൽഫി ഷാബിൻ ത്വരീരിൻ വഅൽഫി സൈഫിൻ ഷഹീർ. 1000 യോദ്ധാക്കളും അവരുടെ ആയുധങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് പ്രതീക്ഷയുള്ളത് മുഹമ്മദ് ഇബ്നു വാസി എന്നവരുടെ ആകാശത്തേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെ വിരലുകളാണ്. എനിക്കത് മതി, കുറെ ആളെണ്ണമൊന്നും എനിക്ക് വേണമെന്നില്ല. ആ മഹാന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ നാളെ എനിക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ മഹാൻ. പ്രാർത്ഥന വലുതാണ്. പ്രാർത്ഥിക്കാൻ മറക്കരുത്. നമ്മുടെ മനസ്സിനത് പാകപ്പെടുത്തും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോകേണ്ടതില്ല. നമ്മുടെ മനസ്സിന് വേണ്ട സ്ട്രെങ്ത് കരഞ്ഞാൽ കിട്ടുന്നതാണ്. എപ്പോഴും കരയുന്ന അസുഖമുള്ള ആളുകളുണ്ട്. ചില കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും പറയണമെങ്കിൽ കരഞ്ഞിട്ടേ പറയുള്ളൂ. അപ്പോൾ ഉമ്മാരൊക്കെ ചീത്ത നീ കരയാണ്ട് പറയുമ്പോളെ അപ്പോഴും കരയും. അങ്ങനെ കരഞ്ഞ് അതൊരു ഒരു ചില ആളുകൾക്കൊരു വീക്ക്നെസ് ആയിരിക്കും. ചില ആളുകൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരോട് ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയും, സൈക്കാട്രിസ്റ്റുകൾ, കരയാനൊരു ടൈം വെച്ചിട്ട് ഒരു ദിവസം 5 നേരം ടൈം വെച്ചിട്ട് എവിടെയെങ്കിലും മുണ്ടാണ്ടിരുന്ന് പോയി കരയുന്നു. അങ്ങനെ 2 ആഴ്ച കരയാൻ പറയും. എന്നിട്ട് പറയും ഇനി ഒരു ദിവസം 2 നേരം വെച്ചിട്ട് കരയാ. അങ്ങനെ 2 ആഴ്ച കരയാൻ പറയും. പിന്നെ ദിവസം 1 നേരം വെച്ച് കരയാൻ പറയും. പിന്നെ ഇവരെ കരച്ചിൽ നിൽക്കും. മനസ്സ് സ്ട്രോങ് ആവുന്ന പറയാ. മനുഷ്യൻ കരയണമെന്ന. ഇന്നാർക്കും കരച്ചിൽ കേൾക്കാൻ ഇഷ്ടമല്ല, കരച്ചിൽ വരുന്ന വാല് കേൾക്കാനും ഇഷ്ടമല്ല അല്ലേ? കരയുന്ന ഒരു മെസ്സേജുകളും ആർക്കും വേണ്ട. ഒക്കെ തമാശയും കോമഡി മാത്രം മതി, ജോക്കുകൾ മാത്രം മതി. മനുഷ്യൻ കരയണം. അലാ ഫൽയബ്കൂ കസീറാ വൽയദ്ഹകൂ ഖലീലാ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യണമേ. ലൗ തഅലമൂന മാ അഅലമു ലളഹക്തും ഖലീലാ വലബകൈതും കസീറാ. പരലോകത്തിൻ്റെ വിഷയങ്ങളും അല്ലാഹു നാളെ മനുഷ്യന് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച നരകവും വിചാരണയും, അല്ലാഹുവിൻ്റെ ഹിസാബും മീസാനും സിറാത്തും നരകവും ജഹന്നവും
ഞാൻ അറിയുന്ന പോലെ മനുഷ്യരെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്കിരുന്ന് കരയാണ്, ഒറ്റയ്ക്കിരുന്ന് കരയാണ്. അതാരോടും പറയുന്നു വേണ്ട. മുഹമ്മദ് ബിൻ വാസി എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന ഈ മഹാനാണ് പറയുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗകാന ലിദ്ദുനൂബി റീഹുൻ, പാപങ്ങൾക്ക് ഒരു ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു മനുഷ്യർ തെറ്റ് ചെയ്താൽ ആ മനുഷ്യൻ്റെ ദേഹത്തിന് ദുർഗന്ധം വരുമായിരുന്നുവെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കാൻ ഒരാളും വരില്ലായിരുന്നു. ഞാൻ അത്രമേൽ പാപിയാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചു പോയത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന താബിഈയായ മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹ്. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഭയങ്കര സംഭവമാണെന്നല്ലേ നമുക്ക് തോന്നുന്നത്? നമ്മളിങ്ങനെ സലഫ് സ്വാലിഹീങ്ങളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ എവിടെയാണെന്ന് നമുക്കൊരു ബോധം വരാനാണ്. നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ മലക്കുകളെന്നൊക്കെ തോന്നിപ്പോകും നമുക്ക്. പക്ഷെ മുമ്പ് ഖൈറുൽ ഖുറൂനിലേക്ക് ഇങ്ങനെ ചേർത്തി നോക്കണം. ഖൈറുൽ ഖുറൂൻ, അതാണ് ഇത്തിബാഅ് ചെയ്യേണ്ട കർണുകൾ. ആ കർണിൽ, ആ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയ ആളുകളെ നമ്മളിങ്ങനെ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്, ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅ്സിലിൻ, സജ്ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ, സ്വാലിഹീങ്ങളെന്ന് പറയപ്പെടുമ്പോൾ, നല്ല ജനങ്ങളെന്ന് പറയപ്പെടുമ്പോൾ, ഈ അയ്യൂബ് സഖ്തിയാനിക്ക് എന്താണ് അവിടെ പറയാനുള്ളത്? ഞാൻ എവിടെയാണ് കിടക്കുന്നത്? സ്വാലിഹീങ്ങളിൽ പെടാൻ ഞാൻ ആര് എന്ന് ചോദിച്ചത് ഇമാം മാലിക് എന്നവരുടെ ഹദീത്ത് പണ്ഡിതന്മാരിൽ ഇമാം മാലിക് എന്നവർ ഹദീത്ത് രേഖപ്പെടുത്തിയ മുഹദ്ദിസാണ്. കറാമത്തുകൾ ലൈവിൽ കാണിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ വലിയായിരുന്നു അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്. ലൈവിൽ കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാനാണ്. ഹജ്ജിന് വന്നപ്പോഴാണ് നമ്മളത് വാലിന് പറഞ്ഞതാണ്, ഞാനത് ആവർത്തിക്കല്ല, എന്നാലും ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ചില ഉണർത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്നല്ലേ. മക്കയിൽ ധാരാളം പാറക്കല്ലുകൾ നിറഞ്ഞ മലകളാണ്. അറിയാലോ, മക്കത്ത് പോയവർക്ക് പാറകളാണ്. നമ്മുടെ മാനന്തവാടിയിലും വയനാട്ടിലൊന്നും, നമ്മുടെ ബത്തേരിയിലും, നമ്മുടെ കൽപ്പറ്റയിലും ചുരത്തിലൊന്നും കാണുന്ന പോലെയുള്ള പച്ചമലകളില്ലല്ലോ. സൗദി അറേബ്യയിൽ വളരെ കുറഞ്ഞ ചില ഏരിയകൾ മാത്രം. മക്കയും മദീനയൊക്കെ ഉണങ്ങിയ പാറമലകളാണ്, വെറും പാറകൾ. കഅബാലയത്തിൻ്റെ ചുറ്റും ഒരുപാട് മലകളായിരുന്നു. ആ മലകളൊക്കെ ഇന്ന് കുറേ ഇടിച്ച് പൊളിച്ചു അവിടെ നിന്ന് എക്സ്പാൻഷന് വേണ്ടി, സൗകര്യം ചെയ്യാൻ വേണ്ടി ഹാജിമാർക്ക് താമസിക്കാനും, ഹാജിമാരെന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് വരുന്നവരൊക്കെ ഹാജിമാരെന്ന് പറയും കേട്ടോ, ഒരു പ്രയോഗമാണ്. കഅബയെ ലക്ഷ്യമാക്കി വരുന്നവർ, അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി അതൊക്കെ ഇടിച്ചു പൊളിച്ച് കുറേ മലകളൊക്കെ അവിടെ നിന്ന് പോയതാണ്. പിന്നെ കുറേ മലകളൊക്കെ ഇദാ റഅയ്ത ജിബാല മക്ക ബുഅജത് ഖലായിമ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു റിവായത്തുണ്ട്, മക്കയിലെ കുന്നുകൾക്ക് തുരങ്കങ്ങൾ ഉണ്ടാകുന്നത് ഇബ്നു മസ്ഊദെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫഖദ് അദല്ലത്തി സാഅ, അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മക്കത്ത് തുരങ്കങ്ങളേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, പാറമലകളാണ്. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മഹാനവറുകൾ അവിടെ നിർത്തി കൂടുതലുള്ള ആളുകളെ, സംഘാളുകൾ സമരക ഉംറ കൊണ്ടുപോകും, അങ്ങനെ തോൽച്ചോണ്ടാണ്. കുറേ ആൾക്കാരുണ്ടാവും മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിർത്തിയിട്ട് ചോദിച്ചു, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു ഉണ്ട്, ചിലരൊന്നില്ല. അങ്ങോട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പാറയല്ലേ, ഉണങ്ങിയ പാറകളാണ്. ആ പാറയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു, ഒതുടുക്കാനൊക്കെ ആവശ്യമില്ലേ, കുടിക്കാൻ ദാഹിക്കണല്ലേ, വെള്ളം വേണ്ടേ? ബിസ്മില്ലാ. കൈ ഇങ്ങനെ പാറയിൽ അമർത്തിപ്പിടിച്ചു. കൈ ഇങ്ങനെ എടുത്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒലിച്ചു. ഇത് ഡിങ്കം കഥയല്ല, ഔലിയാക്കന്മാരുടെ കറാമത്തുകളാണ്. ആ വെള്ളം ഇവരൊക്കെ കുടിച്ചു. എല്ലാവർക്കും മതിയായില്ലേ എന്ന് ചോദിച്ചു. മതി മതി എന്ന് പറഞ്ഞു. അവിടെ തന്നെ കൈവച്ചു, ഒരു ദിക്ർ ചൊല്ലി ആ വെള്ളം നിന്നും ചെയ്തു. ഇങ്ങനെ ചെയ്ത മഹാനാണ് അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന, ഞാനീ പറയുന്ന മഹാൻ. ഇമാം മാലിക് എന്നവർ മഹാനവറുകളുടെ ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ കുറേ കാലം
മഹാനവറുകൾ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ഈ മനുഷ്യൻ? ഹദീസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹിഫ്ളുള്ള മഹാനായിരുന്നു അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. പക്ഷേ ഇമാം മാലിക് എന്നവർ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസുകളൊന്നും രേഖപ്പെടുത്തിയില്ല. മഹാന് മദീനയിൽ വന്നപ്പോഴൊന്നും പോയി ചോദിച്ചില്ല, ആളെ അറിയില്ലായിരുന്നു എന്നാണ്. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരാൾ പറയുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല വിഷയം, ആര് പറയുന്നു എന്നതാണ് വിഷയം. അതാണ് ഹദീസ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ സ്വഹീഹായ ഹദീസ് തന്നെ ആയിരിക്കും അത്. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്ത ആൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതോടുകൂടെ ആ ഹദീസ് ദുർബലമായ ഹദീസായി മാറും. എന്തേ? ആ റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ നുണ പറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ട് പറയുന്നത് ആര് എന്നതും വലിയ. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൽയൻദുർ അഹദുക്കും അമ്മ യഖുദു ദീനഹു. മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞതാണ്, ഇത് ദീനാണ്, അത് ആരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. എല്ലാവരുടെയും വേള, ഇപ്പോൾ യൂട്യൂബിൽ കുറേ വേള കേൾക്കും. എല്ലാ നിങ്ങൾക്ക് വിശ്വസ്തതയും നിങ്ങൾക്ക് ബോധ്യവുമുള്ള ആളുകളാണോ അവരതേ കേൾക്കാവുന്ന. പറഞ്ഞിരുന്നതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ പറയുന്ന ആളിൻ്റെ നന്മ കൂടെ ആകുമ്പോഴാണ് അതിന് അസറുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. പോട്ടെ. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പറയുമായിരുന്നു, ഇങ്ങനെ കറാമത്ത് കാണിച്ച ഇമാം മാലിക് എന്നവരെ. എന്നിട്ട് അവസാനം അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മാലിക് ഇമാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. എനിക്ക് ഇയാളെ ഒന്ന് പഠിക്കണം, എന്നിട്ട് മതി അദ്ദേഹത്തിൻ്റെ ഹദീസ്. അങ്ങനെ മക്കയിൽ പോയി മദീനയിലേക്ക് വന്നു, മദീനയിൽ കൂടെ പോന്നു. അങ്ങനെ മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും ഹജ്ജിൻ്റെ സമയത്ത് ദർസുകൾ ഇങ്ങനെ നടക്കും. ഓരോ പള്ളിൻ്റെ സാരിയ, പള്ളിൻ്റെ തൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ഓരോ ഹലക്കകൾ ഉണ്ടാവും, ഓരോ ഇമാമുമാരുടെ, ഓരോ പണ്ഡിതന്മാരുടെ. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ അവിടെ ഒരു ഹലക്കയിലിരിക്കുമ്പോൾ ഇമാം മാലിക് എന്നവർ മഹാനവറുകളങ്ങ് നോക്കുകയാണ്, ഇയാൾ എങ്ങനെയുണ്ട് എന്ന്. ഇമാം മാലിക് എന്നവർ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി മുതൽ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. എന്തേ കാരണം എന്ന് ചോദിച്ചു. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ നോക്കുമ്പോൾ കുല്ലമാ ദുകിറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ. പുന്നാര റസൂലിൻ്റെ പേര് ആ സദസ്സിൽ പറയപ്പെടുമ്പോൾ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പൊട്ടിക്കരയുന്നത് ഞാൻ കാണുമായിരുന്നു. അത്ര ഹബീബിനോട് മഹബത്തുള്ള ആളാണ്. ഹത്താ അർഹമ, ഞങ്ങളൊക്കെ ചെന്നിട്ട് സമാധാനിപ്പിക്കും, സാരല്ല സാരല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങി തേങ്ങി കരയുമായിരുന്നു ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ. അത്ര സ്നേഹമുണ്ടായതിൻ്റെ പേരിൽ ഞാൻ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി എന്ന് മുഅത്തയുടെ സ്വാഹിബായ മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനത്തെ മഹാൻ പറയാ സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഞാനില്ലല്ലോ. യാ അല്ലാഹ്, ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅസിലിൻ. സ്വാലിഹീങ്ങൾ പറയപ്പെടുമ്പോൾ ആ കൂട്ടത്തിലൊന്നും പെടാൻ മാത്രം അയ്യൂബ് ആയിട്ടില്ലല്ലോ പടച്ചവനെ. ഇതൊക്കെ അവർ പറയുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാ പടച്ചവനെ? നാണിച്ചു പോവാണ് നമ്മൾ. ഹയാ അമ്മിനല്ലാഹ്, ഹയാ അമ്മിൻ ഹഉലാ ഇസ്സാദ. ഈ മഹത്തുക്കളായ ആളുകളുടെ മുമ്പിൽ നമ്മൾ നാണിച്ചു പോവാണ്. നമ്മൾ എന്താണ്? നമ്മളൊന്നുമല്ല. അവരൊക്കെ അടിച്ചു വാരിയ ഒരു ചൂലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈർക്കിളിയോളം എത്തുമോ നമ്മളൊക്കെ? ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅസിലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഹബീബിൻ്റെ സ്വാഹിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഈ മഹാനാകുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു മഹാനുണ്ട്, ഒരു സഹാബി. ലൗ കാന നബിയ്യും മിൻ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. ഫഇന്നഹു ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനും വരാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലീ ളുൽമീ വകുഫ്രീ. ഉമർ തങ്ങളുടെ ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ളുൽമീ വകുഫ്രീ. പടച്ചവനേ, ഞാൻ നിന്നോട് ചെയ്ത ളുൽമ്, ഞാൻ എന്നോട് ചെയ്ത ളുൽമുകൾ, അതിക്രമങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ. വകുഫ്രീ, എൻ്റെ കുഫ്രിയത്തും. അപ്പോൾ ആളുകൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ ളുൽമ്. ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് ളുൽമ്, പുറത്തു തരണേ എന്ന് പറഞ്ഞത്. എന്താണ് അതിക്രമങ്ങൾ? അവനോട് ചെയ്തത്, മറ്റുള്ളവരോട് ചെയ്തത്, അള്ളാഹുവിനോട് ചെയ്തത്, അതൊക്കെ മാപ്പ് തരണേ എന്നാണ് അർത്ഥം. ഫമാ ബാലുൽ കുഫർ, എന്താണ് കുഫർ മാപ്പ് തരണം എന്ന് പറയാൻ കാരണം? ഇസ്ലാമിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് കുഫറാണ് ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലല്ലാഹ് ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. സൂറത്ത് ഇബ്രാഹീമിലെ ആയത്താണ് ഓതുന്നത്. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ വലിയ അക്രമങ്ങൾ ചെയ്യുന്നവനാണല്ലോ, ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവനാണ്. പിന്നെ പറഞ്ഞു കഫാർ, ഒരുപാട് കുഫറും ചെയ്യുന്നവനാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നന്ദികേട് എന്നാണ്. നന്ദികേടിനും കുഫർ എന്ന് പറയും. പടച്ചോനെ നിഷേധിക്കുന്ന കുഫറല്ല ഇവിടെ ഉദ്ദേശം. നന്ദികേട് ചെയ്യുന്നവൻ മനുഷ്യൻ അള്ളാഹുവിനോട് വേണ്ട വിധം നന്ദി ചെയ്യുന്നില്ലല്ലോ, അള്ളാഹുവിനോട് സ്തുതി പറയുന്നില്ലല്ലോ. എത്രയെല്ലാം അനുഗ്രഹങ്ങൾ മനുഷ്യൻ ചോദിക്കാതെ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴേ നമ്മൾ വിചാരിക്കും അതൊക്കെ അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്, അതിനിപ്പോൾ എന്താ അത്ഭുതം, അതൊക്കെ നോർമലല്ലേ? നോർമലല്ല, അത് നോർമലല്ല. അള്ളാഹുവിനോട് നമ്മൾ എത്രമേൽ നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ചോദിച്ചത് പടച്ചവൻ തരുന്നില്ലേ? ചോദിച്ചതിനേക്കാളും ഖൈർ അല്ലാഹു നൽകുന്നില്ലേ? നമ്മൾ ചോദിക്കാത്ത നന്മകൾ അല്ലാഹു തന്നിട്ടില്ലയോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എത്രയോ നമ്മുടെ രഹസ്യങ്ങൾ ഒരു മനുഷ്യരും അറിയാതെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തന്നിട്ടില്ലയോ? അള്ളാഹു മറച്ചു വെച്ചു തന്നിട്ടില്ലേ? അള്ളാഹുവിനോട് നന്ദി പറയേണ്ടവരല്ലയോ നമ്മൾ? നന്ദി പറയാ, പടച്ചവനോട് നന്ദി പറയാ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ളുൽമീ വകുഫ്രീ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതിൻ്റെ ഉദ്ദേശം അതാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ട വിധം നന്ദി ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടില്ല റബ്ബേ, അതെന്നോട് മാപ്പ് നൽകണം. പടച്ചവനെ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ.